ചലഞ്ച് വെക്ക പോறோம். ഹലോ ഗയ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്റെ ലാസ്റ്റ് സ്വാഗതം പറയുള്ളൂ ഗയ്സ്. ഒരുപാട് പേര് നമ്മളെ വീഡിയോസിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും നിങ്ങൾ പാട്ടൊന്നും ഇടരുത്, എപ്പോഴെങ്കിലൊക്കെ ഇടുന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ പാട്ടിട്ടാൽ എപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യണത്, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ നമുക്കൊരു അവർക്കുണ്ടാവും ഒരു മടുപ്പുണ്ടാവും, ദിവസം അതേ കാണുമ്പോൾ ഒരു മടുപ്പുണ്ടാവും. പിന്നെ നമ്മൾ കുറേ ആയിക്കണം നമ്മുടെ വീഡിയോയിൽ, കുറേ ദിവസം ആയിക്കണം മിയാസ് പറയാൻ തുടങ്ങിയിട്ട് ഒരു ചാലഞ്ച് വീഡിയോ ചെയ്യുമെന്നൊക്കെ. അപ്പോൾ ആ ചാലഞ്ച് വീഡിയോ ചെയ്യണമെങ്കിൽ മക്കൾസ് ലീവുള്ള ദിവസങ്ങളിലേ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയത് കാരണം കൊണ്ട് അവർക്ക് രാവിലെ ആയിരുന്നു മദ്രസ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ രാവിലെ 10 മണി മുതൽ 12 വരെയൊക്കെ മദ്രസ ഉണ്ട്. അതിനുശേഷം ഈവനിങ്ങും ഫ്രീ ആണ്. അപ്പോൾ ഫ്രീ ഉള്ള സമയത്ത് നമുക്ക് ചാലഞ്ചൊക്കെ എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ കുറേ നേരം ചാലഞ്ചിന് സമയം ചെലവഴിക്കണം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാലഞ്ച് വീഡിയോ ഇടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ചാലഞ്ച് വീഡിയോ ചെയ്യാം, എല്ലാവരുടെ ഇഷ്ടപ്രകാരവും നമുക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ടും. അപ്പോൾ എന്താ ചാലഞ്ച് വീഡിയോ അറിയണമെങ്കിൽ എല്ലാവരും പോയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും പോയി സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് ഈ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു, ടൈപ്പോഡ്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വീഡിയോ എടുക്കേണ്ട ആവശ്യം വരുമ്പോഴാണ് നമ്മളത് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും ഇതിൻ്റെ ഒരു ആവശ്യമുണ്ട്, അത് കാരണം കൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്തത്. അന്ന് ഞങ്ങൾ വാങ്ങിയത് ടുബാക്കുറായിരുന്നു. ടുബാക്കുറ എന്നല്ല, നമ്മൾ യൂസ് ചെയ്യുക എല്ലാതും നട്ടും ബോൾട്ടും, ഒരു മനുഷ്യൻ്റെ നട്ടും ബോൾട്ടും ഊരിപ്പോകുന്ന പറഞ്ഞ മാതിരി ഇതിൻ്റെ നട്ടും ബോൾട്ടൊക്കെ ഊരിയിട്ട് പോകും. അപ്പോൾ എന്തായാലും ഇതും ഒരാവശ്യമായി വന്നപ്പോൾ നമ്മൾ വന്നു. കാക്ക എங்கே പോകുന്നത്? ഇത്ര കാക്ക കൂട്ടാണേ പോതോ? കടലൊക്കെ കീഴിയാ പറന്നു പോണ മാതിരിയാ പോണുണ്ട്. ഇല്ല അത് അതോட வீட்டுக்கு போகுது. வீட்டுக்கு அதோட வீட்டுக்கு போகுது. நைட் நேரத்துல சொல்லிட்டு போயிடுச்சா? நைட் நேரத்துல உன்கிட்ட சொல்லிட்டு போயிடுச்சா? இப்படி திருப்புனுதா. അപ്പൊ എന്താണ് ആ ചാലഞ്ച് എന്ന് അറിയണ്ടേ? അപ്പൊ നമുക്കത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം. ഈ ടെറസിന്റെ മേലെ ബെഡ്ഷീറ്റ് വെച്ചാൽ ഇതൊരു വ്യത്യാസമായിട്ടുള്ള ചാലഞ്ചാണ്. ഇത് കയ്യും കാലിലൊക്കെ ചിലപ്പോൾ അടിപ്പെടാനുള്ള ചാൻസ് ഉള്ള കാരണം കൊണ്ട് ഒക്കെ സേഫ്റ്റി ആക്കിയിട്ട് നമുക്ക് വീക്കണം. ഇല്ലേ இன்னும் பின்னாடி என்னடா வாயுது. ഓക്കെ വിരിച്ചില്ലേ? ഒരു തലക്കിരി, 2 തലക്കിരി, 2 ബെഡ്ഷീറ്റും ഒക്കെ സുഖം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അടുത്ത സാധനങ്ങൾ എന്താണെന്നല്ലോ, ഇത് ലെമണാണ് ഗൈസ്. ഇത് ലെമൺ. ഈ ലെമൺ എന്താ അങ്ങനത്തെ കളർ വെച്ചാൽ ഇത് നമ്മൾ താഴത്തെ മരത്തുമ്പന്ന് പറിച്ച തട്ടുള്ളൂ ഗൈസ്. പറിച്ചിട്ട് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചാൽ സാമ്പാർ പൊടി വസം പോലെ അടിക്കും. അപ്പൊ ഇത് പച്ച ലെമണായത് ഇത് പാസന്തിനാ சொல்றேன். അപ്പൊ എന്തായാലും സാറ് ചൊല്ലിത്തരും. അപ്പൊ അത് വെച്ച് എല്ലാവരും ഫോളോ ചെയ്യുക. ചാലഞ്ചിനുള്ള സംഭവം എന്താണെന്ന് അറിയണ്ട. ചാലഞ്ചിന് തോന്നുന്ന സാധനമല്ല ഗൈസ്. ഈ ഒരു നാരങ്ങ, ഒരു ഗ്ലാസ്, ഒരു സ്പൂണ്, ഒരു സ്റ്റൂള്, ബഡ്ജറ്റ് ചാലഞ്ച് വീട്ടിലുള്ള ചാലഞ്ച് വെച്ചിട്ടാണ്. അപ്പൊ വീട്ടിലുള്ള പൊരുൾ വെച്ചിട്ട്, അതായത് സാധനം വെച്ചിട്ട്. അപ്പൊ എന്തിനാണ് ഈ സാധനം വീഴ്ചത് ഞാൻ ഫോളോ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്താണ് ഈ ഗെയിമിന്റെ റൂൾസ് വെച്ചാല്, നമ്മൾ ഇവിടെ നിന്നിട്ട് സ്ട്രൈറ്റാ പോയിട്ട് നാരങ്ങനെ തട്ടി വിടല്ല. അതിലാണ് ഒരു ട്വിസ്റ്റ് എന്താ വെച്ചാൽ നമ്മളോട് മാറുക കേട്ടുപോങ്ങ. നമ്മളിങ്ങനെ നിൽക്കല്ലോ, നിൽക്കുമ്പോൾ ഒരു 10 റൗണ്ട് ഇങ്ങനെ ചുറ്റണം. ഈ 10 റൗണ്ട് ചുറ്റിയിട്ട് ഇങ്ങനെ പോകണം. ഈ 10 റൗണ്ട് ചുറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആകാശമൊക്കെ 10 കാണും. അപ്പം ചിലപ്പോൾ നമ്മൾ വീഴാൻ ചാൻസ് അധികമായിരിക്കും. അത് അതുകൊണ്ടാണ് ഈ സംഭവം ഇവിടെ വിളിച്ചത്. അപ്പൊ എന്താ ഇപ്പിടിതാണ് നമ്മൾ പോവോ ഇപ്പിടിതാ. அப்படி போயிட்டு എന്തായാലും നമുക്ക് മയക്കുണ്ടാവും. തെളിവാ എന്തായാലും ശരി, തെളിവില്ല എന്തായാലും തെളിവോടെ ആരും ഇത് വന്ന് തട്ടുന്ന എനിക്കറിയില്ല. തെളിവിൽ ആരെങ്കിലും വന്ന് തട്ടിയവർക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കണം. നമ്മൾ അവിടുന്ന് വന്ന് നീങ്ങളാ വാങ്ങണം. അപ്പൊ അവിടുന്ന് അതേമാതിരി ചുറ്റിയിട്ട് വന്നിട്ട് നല്ല ബോധം അതാ തെളിവുണ്ടോ ഇല്ലയോ? എന്തായാലും തെളിവുണ്ടാവില്ല. ആദ്യം ഈ സ്പൂണും കൂടെ ആണെങ്കിൽ വന്ന് ഈ സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഈ ലെമണിന് തങ്ങനെ തട്ടണം. അതാണ് നമ്മളുടെ
வந்துச்சுன்னா அவங்க அவுட் ஃபர்ஸ்ட் யாரு ஃபர்ஸ்ட் சனா ஃபர்ஸ்ட் மம்மி ഫസ്റ്റ് നീ വാസു എന്താ ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മള് മൂക്കിന്റെ മേലെ ഇതങ്ങനെ വെച്ചിട്ട് ഇതങ്ങനെ ചുറ്റും. ഓക്കെ എനിക്ക് എപ്പോഴും 4 കാണുന്നുണ്ട്. അപ്പൊ 10 സുത്ത് റെഡി 1 2 3 ആ 1 2 3 5 6 7 8 9 10 അപ്പൊ ஆனா முடிஞ்சளவு வந்தான்ல அடிச்சானா தலையா சுத்தல மியாஸ் என்ன ஏமாத்தி லாஸ்ட் மியாஸ் ரவுண்ட் ഉണ്ട് சரி സനങ്ങാല സുത്ത് அங்க போய் സന സ്വയം ചുറ്റിക്കോട്ടെ இங்க സെന്ററിലുണ്ട് സെന്ററിലുണ്ട് ഒന്നും ആവാക്കിയിട്ടില്ല മിയാസ് നമ്മളെ ഏമാത്തി. അപ്പൊ നമുക്ക് അടുത്ത മിയാസ് ലാസ്റ്റ് റൗണ്ട് കൊടുക്കാം. അടുത്ത് സന അവനവൻ തന്നെ ചുറ്റട്ടെ. സന ചുറ്റിട്ട് സന സേഫ്റ്റി കൂടെ നിൽക്കണം. നല്ല 2 3 4 5 6 7 8 9 10 கிளாப் பண்றா അപ്പൊ സനാവുമായി ഇന്നാരാ ഇതാ ഞാനാ. അപ്പൊ അടുത്തത് എന്തായാലും രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ ഇതാവണം. അത് കാരണം ഞാൻ തന്നെ പോകും. ഷുഗർ പേഷ്യന്റ് അതിനാണ് കുടിക്കുന്നു. അപ്പൊ ഓൾറെഡി എനിക്ക് BP ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചുറ്റാതെ എനിക്ക് 4 ചുറ്റും. ഇനിയിപ്പോ ഇതിൽ വേറെ 10 റൗണ്ട് വേറെ. അപ്പൊ എന്താവും അറിയില്ല. കുടിച്ച് നോക്കാം അല്ലേ? സ്റ്റാർട്ട്. ശരി ഓക്കെ പോട്ടാ. 1 2 3 4 5 6 7 8 9 10 സുത്രന 10 എന്നാ ഐസ്ക്രീം 11 ഐസ്ക്രീം ഉണ്ടാവണം. இல்ல அவுட் ஆட உங்களுக்கு வாயில லெமன் கட் பண்ணி ஊத்தணும். ஏய் சுகர் பேஷண்ட் குடிங்க. No yes no. அடியே மറ്റേ பெக்கர் அடியே அவுட். லெமன் அடிக்கணும். டம்ளர் அடிக்க கூடாது. அவுட் 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 அவுட். எங்க போற? தாத்தா வீட்டுக்கு போறியா? தாத்தா நம்ம சுத்துற மியாஸ்கோ அடிவாயித்துல மஞ்சள் ஆവുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? How was it? ഹലോ തലയുടെ ഉള്ളിൽ ആരോ ഏറി ഉட்கார்ந்துட்டு மாதிரி இருக்கு. നീതാ? അത് നാൻതാ. അപ്പോൾ എനിക്ക് കുറച്ച് ബോധം തെളിഞ്ഞു. അപ്പോൾ അടുത്താളെ പിടിക്കണമെങ്കിൽ ക്യാമറ പിടിക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം. ആരെങ്കിലും ഏമാറ്റി പറഞ്ഞ അപ്പുറത്ത് തള്ളിയിട്ട് കൗലുന്നെ. അപ്പോൾ ഓക്കെ ചുറ്റ് വാ പിടിച്ചോളി പിടിച്ചോളി പിടിച്ചോളി. നൗറ് മിയാസ് നൗറ്. ഞാനാണ് അപ്പൊ തോറ്റത്. അപ്പൊ തോറ്റത് ഞാനാണ് ഗൈസ്. എത്ര തെരിയുത്? കയ്യിൽ കാണിച്ചു കൊടുത്ത് എത്ര ഇത് എത്തനെ
എങ്ങനെ ഉണ്ടായിരുന്നു? അടിവയറ്റില് മഞ്ചുളൊരാവുണ്ടപ്പോ ആ അടിവയറിനുള്ളിൽ കലങ്ങണില്ല. എനിക്ക് തലയുടെ ഉള്ളിൽ കൂടെ എന്തോ മരിയുണ്ട്. ഊനാലാടിയാലേ എനിക്ക് പറ്റൂല. അപ്പൊ ഈ ഒരു ഗെയിം ഈ ഒരു ചാലഞ്ച് ഇഷ്ടമായി വിചാരിക്കും. പക്ഷെ ചാലഞ്ച് തോറ്റത് ഞാനാണ്. ഞാൻ ജയിക്കുന്നുള്ള വിശ്വാസത്തിലാണ് വന്നത്. പക്ഷെ നമ്മളെ ചുറ്റുമ്പോ തന്നെ ഒരു മാതിരി ആവാൻ തുടങ്ങി. ഇപ്പോഴും ആ ഒരു നമ്മൾ ഈ തല ചുറ്റുമ്പോ നമുക്ക് ജാതി ഉണ്ടാവുമല്ലോ, അതേമാതിരി ഒരു ഇതുണ്ട് തലയുടെ ഉള്ളിൽ കൂടെ ഒക്കെ. തല ഭയങ്കര വേദന ഉണ്ട്. ഇത് കുറച്ച് നേരത്തിന് ചിലപ്പോൾ ഛർദ്ദിക്കാനൊക്കെ വരും. കുറച്ച് നേരത്തിന് ഇങ്ങനൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതെന്തായാലും എരിഞ്ഞടുത്തത് നമുക്ക് നമ്മുടെ ലെമൺ സ്പൂൺ, നമ്മൾ എപ്പോഴും ലെമൺ സ്പൂൺ ഇങ്ങനെ വായിൽ വെച്ചിട്ടല്ലേ പോകുന്നത്. ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ലെമൺ സ്പൂൺ. അത് നമുക്ക് നോക്കല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഗെയിം കണ്ടിട്ടുണ്ടാവില്ലേ, ഞങ്ങളൊന്ന് പറഞ്ഞാൽ ഇവ ഒന്നും ചെയ്തു. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് ഒരു പ്രാവശ്യം കിട്ടുമെന്നുള്ളൂ. അപ്പം ഇനി എന്തായാലും എല്ലാവരും ഒറ്റക്കൊറ്റക്ക് പോയി ക്ലാസ്സിൽ ഇപ്പോഴാണ് സ്റ്റാർട്ടിങ്. ഓക്കെ കൂടാ കയ്യെ പിടിക്ക കൂടാതെ പൊതുമേ പോയി എന്നാ വാക്കി ഇപ്പടി പോയത്. അപ്പൊ അടുത്തത് സന ഇറങ്ങിയിട്ടുണ്ട് കളത്തിലേക്ക്. മിയാസേ സന തോൽപ്പിക്കണം. വാ നടാ നടാ പോ വാടാ. റെഡി 1 2 3 തിങ്കള് കളി കളി അങ്ങനെ തന്നെ. Come on. Yes, winning is Sana. അടുത്തത് ഞാനാണ് കളത്തിലേക്ക് ഇറങ്ങുന്നത്. മിയാസ് ജോഡിക്ക് വരാം. Ready 1 2 3 சொல்லுங்க. Ready 1. இது எப்படி ஆடுது? Ready 1 2 3. குருமாப்பட்டி ஃபர்ஸ்ட் அவுட் குருமாப்பட்டி என்னது இது வை ஒரு சீரியஸ் அம்மா உட வாய் பாரு அக்காரு முடிஞ்சு அவுட் ஆயிருவாங்க. அவுட் பாடா நீ எக்கவே அவுட் அண்ணா ஜெயிச்சிட்டேன். ஓகே போடு ஐஸ்கிரீம் வேண்டாமா போடு ஐஸ்கிரீம். கையெல்லாம் பிடிக்க கூடாது. அதுல இல்ல கையிட அதெல்லாம் விட்ற அது பிரச்சனை இல்ல. ഇതിൽ ഞാൻ വിന്നിങ്, സന വിന്നിങ്ങിന്. അടുത്ത ആള് കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വാ എന്നാ തിരുപ്പിക്ക് സന ഡാൻസ് ആടുസന സന ആടു സന സിരിപ്പിക്ക് സന. ക്ലാസ് അങ്ങ് വയ്ക്കണ്ട. അതെന്താ തവള ഇരിക്കേ? അപ്പോൾ നമ്മുടെ ചാലഞ്ച് വീഡിയോ ആണ് നമ്മളൊക്കെ ചെറുതായിട്ടൊരു ചാലഞ്ച് വീഡിയോ. നമ്മൾ റിസ്ക്കുള്ള പരിപാടിക്കൊന്നും നമ്മൾ നിൽക്കില്ല. റിസ്ക്കുള്ള പരിപാടി തന്നെ ആയിരുന്നു ഈ തലചുറ്റൽ എന്നുള്ള റിസ്ക്. അത് ഒരാൾ അണ്ടിപ്പോയ അണ്ണാനെ പോലെ അവിടെ ഇരിക്കണുണ്ട്. പാവത്തിൽ നിന്ന് ചോറൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. അപ്പോൾ നാളെ ഇതേപോലെ അടിപൊളി
നല്ല അടിപൊളി കണ്ടന്റും ഇതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ എന്തായാലും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.